സംസ്ഥാനത്ത് ചൂട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ അസ്വസ്ഥതകൾ ആളുകൾക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ, അതായത് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ തോതിലും വലിയ വർധന രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. അത് ഏതൊക്കെ തരത്തിൽ ആളുകളെ നേരിട്ട് ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചില മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മസൂർ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഗുഡ് മോർണിംഗ്. വലിയ ചൂട് നിലവിലിപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെടുകയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുകയാണ്. എന്താണ് നിലവിലുള്ളൊരു ഈ ചൂടുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്താണ്? ചൂട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ സാധാരണയേക്കാൾ ചൂട് കൂടുതലാണ്. പ്രത്യേകിച്ച് പകൽ സമയത്ത് മാത്രമല്ല, രാത്രി സമയത്തെയും ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും കൂടുതലാണ്. നമ്മളിപ്പോൾ വേനൽക്കാലത്താണ് ഉള്ളത്. നമ്മുടെ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് മുതൽ ഏപ്രിൽ മെയ് വരെ നമുക്ക് വലിയ ചൂടുണ്ടാവുന്ന മാസങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഗ്ലോബലി തന്നെ ലോകത്തെല്ലായിടത്തും ഈ ഒരു ഘട്ടത്തിൽ ചൂട് കൂടുന്ന സാഹചര്യമുണ്ട്. ഈ വർഷം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് ഒരു ശമനം ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് നല്ല രീതിയിൽ ചൂട് ഉണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ 37, 38, 40 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പാലക്കാടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായി നമുക്ക് മെഷർമെൻ്റ് ഉള്ള സ്ഥലങ്ങളിലെ താപനിലയാണ് ഈ 39, 40 പറയുന്നത്. നമുക്കറിയാം, കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റാണ്. നമുക്ക് നമ്മുടെ ഒരു തീരദേശ സംസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി ഫാക്ടർ കൂടി ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഡിസ്കംഫർട്ട് ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ മാത്രമല്ല പ്രധാനം. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ഒരു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു തീരപ്രദേശത്ത് ഉണ്ടാകുന്നതും 30 ഡിഗ്രി അല്ലെങ്കിൽ 32 ഡിഗ്രി സെൽഷ്യസ് വയനാട് ഉണ്ടാകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിലല്ല, അനുഭവിക്കുന്നതിൽ ചിലപ്പോൾ രണ്ടും സെയിം ആയിരിക്കും. ഉയരം കൂടിയ സ്ഥലമാകുമ്പോഴുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല, തീരപ്രദേശത്തുണ്ടാകുമ്പോൾ കൂടുതൽ ഈ ഹ്യൂമിഡിറ്റി ഫാക്ടർ ഉണ്ടാകും. നമ്മളൊരു പാലക്കാട് പോലൊരു സ്ഥലത്താണെങ്കിൽ ഒരുപക്ഷെ 40ഉം ഇപ്പുറത്തെ 37ഉം കോസ്റ്റൽ മേഖലയിൽ 37ഉം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നമ്പർ മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ഈ ഹ്യൂമിഡിറ്റി ഫാക്ടർ കൂടിയുണ്ട്. അപ്പോൾ പുഴുങ്ങൽ എഫക്റ്റാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കംഫർട്ട് ലെവൽ കൂടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ത്രഷോൾഡ് ഉണ്ടാവും. എല്ലാ ശരീരങ്ങൾക്കും നമുക്കൊരു ത്രഷോൾഡ്, 37 ആണല്ലോ നമ്മുടെ ശരീര ഊഷ്മാവ്. അപ്പോൾ ആ ത്രഷോൾഡ് മാറിയിട്ട് ചിലപ്പോൾ 1 ഡിഗ്രിയോ 1/2 ഡിഗ്രിയോ സെൽഷ്യസ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാവും, മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിന് അത് വേഴ്സൺ ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നമ്പർ മാത്രം നോക്കി നമ്മൾ ചൂടിനെ കാണുന്നത്, നമുക്ക് എല്ലാവർക്കും ഡിസ്കംഫർട്ട് ലെവലിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഡിസ്കംഫർട്ട് ഉണ്ട്. പൊതുവെ നമ്മൾ സംസാരിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ തൊഴിൽ മേഖലയിലുണ്ട്, വീട്ടിൽ കിടന്നുറങ്ങാൻ പ്രയാസങ്ങളുണ്ട്, അടുക്കളയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഗൗരവമായിട്ട് തന്നെ ഈ ഒരു സമയത്ത് സമീപിക്കണം. മാത്രമല്ല, നമുക്ക് ഈ 12 സ്റ്റേഷനുകളിൽ വിവരം വെച്ചാണ് നമ്മൾ ഈ 37, 40 പറയുന്നത്. പക്ഷേ അതിന് മറ്റ് പല സ്ഥലങ്ങളിലും പിന്നെ മറ്റു പല മേഖലകളിലും അതാത് ജില്ലകളിൽ തന്നെ മറ്റു പല, പത്തനംതിട്ട ജില്ലയിൽ ഒരു മെഷർമെൻറ്റ് നമുക്കില്ല. അപ്പോൾ അവിടങ്ങളിലുള്ള ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിലൊക്കെ കാണിക്കുന്ന വലിയ നമ്പേഴ്സാണ്. ചിലയിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ചിലയിടങ്ങളിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചൂട് മെർക്കുറി ലെവൽ തന്നെ ഉണ്ടാവാം. ഏതായാലും നമ്മൾ കാണേണ്ടതിൻ്റെ ഡിസ്കംഫർട്ട് ലെവൽ വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലിപ്പോൾ ആശങ്കാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്താകെ ഇപ്പോൾ 41 ഡിഗ്രിയാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പക്ഷേ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആളുകൾ കുറേ മരിച്ചു വീഴുന്നൊരു സിറ്റുവേഷൻ ആവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ത്രഷോൾഡ് ഉണ്ട്. ആ ത്രഷോൾഡ് കഴിഞ്ഞ് വരുന്ന 1 ഡിഗ്രി സെൽഷ്യസ് പോലും നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മളിതിനെ കാണുന്നത് എപ്പോഴും നമ്മളുടെ ഒരു നോർമൽ വാല്യൂ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ 30 വർഷത്തോളമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വാല്യൂ എന്താണ്, അതിനേക്കാൾ എത്രത്തോളം വ്യത്യാസം വരുന്നു, ഡീവിയേഷൻ എത്രത്തോളം വരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹീറ്റ് വേവ് പോലും ഡിക്ലെയർ ചെയ്യുക. കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് 4 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വ്യതിയാനം സാധാരണയേക്കാൾ സംഭവിക്കുമ്പോഴാണ്, കൂടാതെ 40ന് മുകളിൽ എത്തുമ്പോഴാണ് അവർ പിന്നെ കാലാവസ്ഥ വകുപ്പ് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുക. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് നോർമലിനേക്കാളും 5 ഡിഗ്രിയുടെ മുകളിലാണ്. അതായത് നമ്മുടെ മാക്സിമം പാലക്കാടോ പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 40-41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ എത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് അത്തരം പ്രചരണങ്ങൾ ശരിയായ പ്രചരണങ്ങളല്ല. പക്ഷേ അതൊരു ഒരു മിസ്ലീഡിങ് ഇതായിരിക്കും. കാരണം ചിലപ്പോൾ ആളുകൾ താപസൂചിക, ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്ററുകളുണ്ട്. അതായത് നമുക്ക് ചൂടിനെയും ഹ്യൂമിഡിറ്റിയും കൂടി ചേർത്തുകൊണ്ട് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് ഫീലിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണും ഈ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. 38-39 ഡിഗ്രി സെൽഷ്യസ് ഒരു കോസ്റ്റൽ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ ഫീലിംഗ് ടെമ്പറേച്ചർ, കാരണം 70-80
ശതമാനത്തോളം ഹ്യൂമിഡിറ്റി പലപ്പോഴും കോസ്റ്റൽ മേഖലയിലുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തുള്ള ഹീറ്റ് ഇൻഡെക്സ് HI എന്ന് പറയുന്ന വാല്യൂ ഒരുപക്ഷെ 45-50 എത്തുന്നത് ഈ ഗൂഗിളിലോ മറ്റോ കണ്ടിട്ട് ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതായിരിക്കും. ഏതായാലും നമ്മൾ ഈ ഒരു 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ടെമ്പറേച്ചറാണ്. 40 ഡിഗ്രി നമ്മുടെ കോസ്റ്റൽ മേഖലയിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് വേവ് കണ്ടീഷനായി. അപ്പോൾ വളരെ ജാഗ്രത അല്ലെങ്കിൽ വളരെ അപകട സാധ്യത തന്നെയുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്പർ അങ്ങനെ കൂട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. ഈ വേനൽ മഴ മാറി നിന്ന് കുറേ ദിവസം, അതായത് ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ, അതായത് തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ അപകട സാധ്യതയുള്ളത്. അതായത് ഇന്നിപ്പോൾ 38 ഡിഗ്രി ഉണ്ട്, നാളെയും 39, മറ്റന്നാൾ 40, അങ്ങനെ അല്ലെങ്കിൽ 3-4 ദിവസം തുടർച്ചയായി ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടി വരിക. ഏതായിരുന്നാലും വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ആളുകളല്ല, വൾണറബിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ, പ്രത്യേകിച്ച് കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആന്തരിക ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് ബാധിക്കും. നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കത് ഭീകരമായി ബാധിക്കും. പ്രമേഹമുള്ള ആളുകൾ, ചർമ്മരോഗങ്ങളുള്ള ആളുകൾ, നേത്രരോഗമുള്ള ആളുകൾ, ക്യാൻസർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പിന്നെ നമ്മൾ സോഷ്യലി വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ്, പ്രായമായ ആളുകൾ, ചെറിയ കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ഇവരൊക്കെ ഇത് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവരിപ്പോൾ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. നമ്മൾ നമ്പർ നോക്കണമെന്ന് ഇല്ല. നമുക്കൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഓഫ് ഹീറ്റ് വേവ് ഒക്കെ വരെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കായിരിക്കും. ഇതെപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റായ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അത്തരം ടെമ്പറേച്ചർ വന്നാൽ നമ്മൾ ഔദ്യോഗികമായി തന്നെ അത് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ എല്ലായിടത്തും ഇത്തരം 45 ഡിഗ്രി സെൽഷ്യസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക്ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. അങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങളുടെ ആവശ്യമില്ല. മറ്റൊരു ഭീഷണി പ്രധാനമായും മുന്നിലേക്ക് വരുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് UV ഇൻഡെക്സ് സംസ്ഥാനത്ത് ഈ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് ക്രമാതീതമായി ഉയരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഇൻഡെക്സ് 8 വരെ എത്തി എന്നുള്ളതാണ്. ചിലയിടങ്ങളിലൊക്കെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? നിലവിൽ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറിലെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 5 ജില്ലകളിൽ നമുക്ക് 8 UV ഇൻഡെക്സ് എത്തിയിട്ടുണ്ട്. 8 മുതൽ 10 വരെയുള്ള ഒരു ഘട്ടത്തെയാണ് നമ്മൾ ഓറഞ്ച് എന്ന് പറയുക. 11 അതിന് മുകളിൽ നമ്മൾ റെഡ് പറയുക. ഇത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് UV ഔദ്യോഗികമായി മെഷർമെൻറ്റിനുള്ള സംവിധാനം കേരളത്തിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയില്ല, കേരളത്തിൽ മാത്രമാണ് UV ഔദ്യോഗികമായി മെഷർ ചെയ്യുന്നത്. കാലാവസ്ഥ വകുപ്പ് പോലും അത് ശേഖരിക്കുന്നില്ല. നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ, നമ്മൾ കേരളം ഒരു ഭൂമധ്യരേഖയോട് അത്രയും വിദൂരത്തല്ലാതെ നിൽക്കുന്ന ഒരു ഭൂപ്രദേശം എന്നുള്ളത് നമുക്കിവിടെ എപ്പോഴും തന്നെ സാധാരണഗതിയിൽ തന്നെ UV ഒരു യൂറോപ്യൻ കൺട്രീസിനെയോ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഈ UV ഇൻഡെക്സ് പൊതുവെ ഒരു വാർണിംഗ് മെസ്സേജായിട്ട് കൊടുക്കുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഇത് കാര്യമായിട്ട് UV ഇൻഡെക്സ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് വാർണിംഗ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മളൊരു വാർണിംഗ് ഇഷ്യൂ ചെയ്യുന്നില്ല ഇപ്പം നിലവിൽ. പക്ഷെ നമ്മളൊരു അലേർട്ട് ലെവൽ കൊടുക്കുന്നു. കാരണം UVയുടെ എക്സ്പോഷർ നമ്മൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറയും. നമുക്ക് നമ്മുടെ ഒരു ചരിത്രപരമായി തന്നെ നമ്മൾക്ക് UVയോട് ഒരു റെസ്പോൺസ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം പല ആളുകൾക്കും. അപ്പോൾ അത് കൂടുതലാണോ കുറവാണോ എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. കാരണം ഇതിന് മുന്നേ എത്രയായിരുന്നു നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാവുന്നത് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ച് അത് കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് വരെയൊക്കെ എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ UV എപ്പോഴും സൂര്യനിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. വേനലിനോ മഴയെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും ഉള്ളതാണ്. വേനലാകുമ്പോൾ നമുക്ക് സൂര്യൻ കുറച്ചുകൂടി അടുത്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേനലെന്ന് പറയും നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ എത്തുന്നത്. കൂടാതെ ക്ലിയർ സ്കൈ ഉണ്ടാവുക എന്നുള്ളതാണ് കൂടുതൽ UV നമുക്ക് എത്താനുള്ള ഒരു ഘട്ടമാവുക. അപ്പോൾ നമുക്ക് ക്ലിയർ സ്കൈ ആണ്, അപ്പോൾ UV കൂടുതലായിട്ട് എത്തുന്നുണ്ടാവും. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ഉയരം കൂടുന്നതനുസരിച്ച് UVയുടെ എക്സ്പോഷർ കൂടും. അതുകൊണ്ടാണ് ഇടുക്കിയിലും വയനാടും ഒക്കെ UV കൂടുതലായിട്ട് രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ നടപടികൾ? എന്തൊക്കെയാണ് UVയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കൂടുന്നതും ഹ്യൂമിഡിറ്റി മൂലമുള്ള പ്രശ്നം നമുക്ക് ഇൻഡോറായിട്ടും നമ്മൾ കാഠിന്യമേറിയ ജോലിയിൽ ഏർപ്പെടുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുമെങ്കിൽ UV പ്രധാനമായും നമുക്ക് നേരിട്ടുള്ള എക്സ്പോഷറാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത്, പ്രത്യേകിച്ച് ഒരു 10 മണി മുതൽ ഒരു 3 മണി വരെയുള്ള സമയത്താണ് UVയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ അതിനൊരു ലിങ്കുണ്ട്. അതിനകത്ത് ലൈവായിട്ടുള്ള UV ഇൻഫർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ UV ഇൻഫർമേഷൻ കണ്ടുകൊണ്ട് 15 മിനിറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് നോക്കിയ ഒരു കർവ് മനസ്സിലാവും. നിങ്ങൾക്ക് 10 മണി മുതൽ അത് പതുക്കെ കൂടി വന്ന് ഒരു ഉച്ചയാകുമ്പോൾ 12 മണിയൊക്കെ ആകുമ്പോൾ പീക്കിലെത്തി അത് പിന്നെ താഴേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ആ UV കൂടുതൽ നിൽക്കുന്ന സമയത്ത് UVയുടെ ഒരു 6ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 7ന് മുകളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 8ന് മുകളിലാകുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊരു ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നേരിട്ടുള്ള എക്സ്പോഷർ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. 2 സൺഗ്ലാസുകൾ കണ്ണിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്
ആ യുവിയുടെ റേഡിയേഷൻ. ഇപ്പോൾ സൺഗ്ലാസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ഉപയോഗിക്കുന്നതിന് മോശം കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് സൺഗ്ലാസ്സൊക്കെ നമുക്കൊരു ഫെമിലിയറായ കാര്യമായിരുന്നില്ല. ഇപ്പോൾ സൺഗ്ലാസുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ഉപയോഗിക്കുക. അപ്പോൾ എക്സ്പോഷർ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. യുവിയും നേരത്തെ പറഞ്ഞ പോലെ ചർമ്മരോഗങ്ങളുള്ള ആൾക്കാർ, ആൽബിനിസമുള്ള ആളുകൾ, പിന്നെ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ, നേത്രരോഗങ്ങളുള്ള ആളുകൾ, ഇവരൊക്കെ കൂടുതലായിട്ട് ബാധിക്കും സാധാരണക്കാൾ കൂടുതൽ. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരം. ഇപ്പം ഈ കളർ ഡ്രസ്സല്ല നമ്മൾ ധരിക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇൻഡോറായിട്ട് AC റൂമിൽ വർക്ക് ചെയ്യുന്ന ആളുകൊണ്ടാണ്. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ പരമാവധി ധരിക്കാൻ ശ്രമിക്കുക, ധാരാളമായി വെള്ളം കുടിക്കുക. ഇതൊക്കെ UV മാത്രമല്ല ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും UVയിൽ എക്സ്പോഷർ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ UV വലിയ അപകടമായിട്ട് ഇപ്പോൾ കാണേണ്ട കാര്യമില്ല. കാരണം മുൻകാലത്ത് നമ്മുടെ അനുഭവം എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് മഴക്കാലത്തും, അല്ലെങ്കിൽ മഴയല്ല, നമുക്കൊരു ക്ലിയർ സ്കൈ ഉണ്ടാകുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് 8ഒക്കെ UV എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് UV മാത്രമായി വലിയൊരു ഭീകരാന്തരീക്ഷം നമുക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്നാലും ചൂടിൻ്റെ കൂടെ ഈ UV കൂടി വരുമ്പോൾ രണ്ടും കൂടി ചേർന്നൊരു കമ്പൈൻഡ് എഫക്റ്റ് ഉണ്ടായി ചിലപ്പം നമുക്ക് സൺബേണുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പീക്ക് സമയത്ത് ഒരു 11 മണി മുതൽ 2 മണി 3 മണി വരെയുള്ളൊരു സമയത്ത് പരമാവധി നേരിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. ഇനി ചിലപ്പം നമ്മളെ തൊഴിലും നമ്മുടെ യാത്രയൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പോഷർ ഉണ്ടാവേണ്ട ഘട്ടമാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പരമാവധി റെസ്റ്റ് എടുക്കുക. നമ്മുടെ ശരീരത്തെ എപ്പോഴും തണുപ്പിക്കാൻ ശ്രമിക്കുക, പരമാവധി റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക, നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, നല്ല പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ യാത്രയാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 1/4-3 മണിക്കൂർ നമ്മൾ അധ്വാനിച്ചതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് നമ്മൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരവും ചൂടാവുന്നു, ഇത് ചൂടുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ശരീരവും ചൂടാവുന്നു, പുറത്ത് അന്തരീക്ഷം ചൂടാണ്. അപ്പോൾ ഈ ഹീറ്റ് ബാലൻസ് നമ്മൾ തെറ്റും. അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക. ഇവയുടെ കാര്യത്തിൽ എക്സ്പോഷർ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഏതായാലും വലിയ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ അന്തരീക്ഷത്തിലെ ആർദ്രത, അതായത് ഹ്യൂമിഡിറ്റിയും കൂടുമ്പോഴാണ് വലിയ അസ്വസ്ഥത കൂടി ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പമാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ തോതിലും വലിയ വർധന രേഖപ്പെടുത്തുന്നത്. ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ക്യാമറ പേഴ്സൺ RK കുമാറിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.